അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെ എന്താ പറയുക കുഴയാതെ നല്ല രീതിയിൽ, അതായത് നല്ല വിട്ട് വരുന്ന രീതിയിൽ എങ്ങനെ മെഴുക്കുവരട്ടാന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ പാനിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തീരെ കനം കുറച്ചിട്ടല്ല, ഇച്ചിരി കട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതും കൂടി വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന് ഒരു 5 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. ഒരുപാട് സമയം അടച്ചു വെച്ചാലാണ് നമ്മുടെ വെണ്ടയ്ക്ക കുഴഞ്ഞു വന്നത്. നമ്മൾ 5 മിനിറ്റ് മാത്രം അടച്ചു വെച്ചിട്ട് പിന്നെ തുറക്കുക. ഇതിന് മിക്സ് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ മിക്സ് ചെയ്തിട്ട് ഒരു തവണയും കൂടെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് വീണ്ടും തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് വേവാൻ നിൽക്കേണ്ട, 5 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇത് ജസ്റ്റ് ഒരു പരുവായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു ചെറിയ സവാള അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതായത് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കുഴുകുഴാന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കത്തില്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല. നല്ല ഒറ്റയായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.